ശിഖരം മുറിക്കാൻ തുടങ്ങിയപ്പോൾ ശംഭുവിന് തോന്നി, വളരെ കനമുള്ള ശിഖരമാണ്. മുഴുവൻ വെട്ടുന്നതിനേക്കാൾ നല്ലത് തൻ്റെ ഭാരം കൊണ്ട് ഒടിച്ചിടുന്നതാണ്. ശംഭു കൊമ്പിൻ്റെ മറ്റേ അറ്റത്ത് മാറിയിരുന്നു. മുകളിലെ കൊമ്പിൽ പിടിച്ചിരിക്കാൻ പ്രയാസമില്ല. അല്പം മുറിക്കുമ്പോൾ തന്നെ തൻ്റെ ഭാരം കൊണ്ട് കൊമ്പൊടിയും. തനിക്ക് കൈ പിടിച്ചിരുന്ന കൊമ്പിൽ പിടിച്ച് തൂങ്ങി താഴെ ഇറങ്ങുകയും ചെയ്യാം. ശംഭു ഉത്സാഹത്തോടെ കൊമ്പ് വെട്ടാൻ ആരംഭിച്ചു. കുമാരി വിദ്യോത്തമയ്ക്കായി വരനെ അന്വേഷിച്ച് മഹാരാജാവ് ഗോവിന്ദവർമ്മനും മന്ത്രി മാനദേവനും ക്ഷീണിച്ചിരുന്നു. കൗശാംബിയിലെ രാജകുമാരൻ്റെ ആലോചന എല്ലാം കൊണ്ടും കുമാരിക്ക് യോജിച്ചതാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടതാണ്. എന്നാൽ കുമാരന് തത്വശാസ്ത്രത്തിൽ അല്പവും അവഗാഹമില്ലെന്ന് പറഞ്ഞ് കുമാരി അപമാനിച്ചു വിട്ടു. മഹാറാണിയും മഹാരാജാവുമെല്ലാം ഇങ്ങനെ ശാഠ്യം പിടിക്കരുതെന്ന് വിദ്യോത്തമയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ വിദ്യോത്തമ ആരു പറഞ്ഞതും കേട്ടില്ല. കുമാരിയുടെ ശാഠ്യത്തിനു മുന്നിൽ രാജകൊട്ടാരത്തിലെ എല്ലാവരും തോറ്റു. തൻ്റെ മകൻ സോനഭദ്രനെ കൊണ്ട് വിദ്യോത്തമയെ വിവാഹം കഴിപ്പിക്കുന്നതിനെക്കുറിച്ച് മന്ത്രി മാനദേവൻ ആഗ്രഹിക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്തൊന്നുമായിരുന്നില്ല. എന്നാൽ മഹാരാജാവിനോട് അങ്ങനെയൊരു അഭിപ്രായം പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷേ പല ആലോചനകളും അഹങ്കാരത്തോടെ കുമാരി തള്ളിക്കളഞ്ഞപ്പോൾ ആരെയെങ്കിലും കുമാരി ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അത് ആരു തന്നെ ആയാലും വിവാഹം നടത്തിക്കൊടുക്കാമായിരുന്നു എന്ന് എപ്പോഴോ രാജാവ് പറഞ്ഞപ്പോഴാണ് മാനദേവൻ്റെ മനസ്സിൽ തൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കാം എന്ന തോന്നൽ പൊട്ടിമുളച്ചത്. തൻ്റെ കുടുംബം കാശി രാജവംശത്തിന് എന്നും തുണയായി നിന്നിട്ടുണ്ട്. തൻ്റെ പിതാവും കാശി രാജാവിൻ്റെ മഹാമന്ത്രിയായിരുന്നു. രാജവംശത്തോടുള്ള അടുപ്പം ഒരിക്കലും ഒരു കുടുംബ ബന്ധമായി മാറിയിട്ടില്ല. തൻ്റെ മകൻ സോനഭദ്രൻ കുമാരി വിദ്യോത്തമയെ വിവാഹം കഴിക്കുന്നതും മഹാരാജാവിൻ്റെ കാലശേഷം തൻ്റെ മകൻ കാശി രാജാവാകുന്നതും മാനദേവൻ സ്വപ്നം കാണാൻ തുടങ്ങി. പക്ഷേ അത് രാജസമക്ഷം അവതരിപ്പിക്കാൻ മാനദേവന് ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം തൻ്റെ മകൻ്റെ കഴിവുകേടുകളെക്കുറിച്ചും കുമാരിയുടെ കഴിവിനെക്കുറിച്ചും മാനദേവന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. രണ്ടുപേർ ഒരുമിച്ച് വെല്ലുവിളിച്ചാൽ തിരിഞ്ഞോടാനേ തൻ്റെ മകൻ അറിയാവൂ. തത്വദർശനം എന്താണെന്ന് പോലും അവനറിയില്ല. കുമാരിയുടെ മുന്നിൽ അവൻ്റെ വ്യക്തിത്വം താമരയോടൊപ്പം വച്ച കാക്കപ്പൂവിൻ്റേതിനു തുല്യമാണെന്ന് മാനദേവന് അറിയാമായിരുന്നു. അതുകൊണ്ട് വളരെ ആലോചിച്ച ശേഷമാണ് മഹാരാജാവിനോട് അങ്ങനെയൊരാഗ്രഹം വിദൂഷകൻ ബാഹുകൻ വഴി അവതരിപ്പിച്ചത്. എന്തുകൊണ്ടോ മഹാരാജാവ് സമ്മതിച്ചു. പക്ഷേ പതിവ് പോലെ രാജസദസ്സിൽ കുമാരി നിബന്ധനകൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മാനദേവൻ്റെ മനസ്സിൽ അപമാനിക്കപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ മിന്നിമറയാൻ തുടങ്ങിയിരുന്നു. വളരെയധികം കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് തയ്യാറെടുപ്പിച്ചാണ് സോനഭദ്രനെ സഭയിലെത്തിച്ചത്. ചോദ്യങ്ങൾ ആരംഭിക്കും മുമ്പ് വിളംബരക്കാർ നിബന്ധനകൾ പ്രഖ്യാപിച്ചു. കുമാരിയുടെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറയാതിരുന്നാൽ തലമുണ്ടനം ചെയ്ത് ചുട്ടികുത്തിച്ച് കഴുതപ്പുറത്ത് നഗരപ്രദക്ഷിണമായിരിക്കും സമ്മാനം എന്ന് പ്രഖ്യാപനമുണ്ടായപ്പോഴേ മാനവേന്ദ്രൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. എങ്കിലും മന്ത്രികുമാരനാണെന്ന ഇളവെങ്കിലും മകന് ലഭിക്കാതിരിക്കില്ല എന്ന് മാനദേവൻ കരുതി. പക്ഷേ കുമാരി ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചപ്പോൾ അവൻ വിളറി. 2-3 ചോദ്യങ്ങളെ കുമാരി ചോദിച്ചുള്ളൂ. പക്ഷേ അതിന് പറഞ്ഞ മറുപടികൾ വിഡ്ഢിത്തമാണെന്ന് സാമാന്യ ജ്ഞാനമുള്ള ആർക്കും വ്യക്തമായിരുന്നു. കുമാരി വിധിച്ച സമ്മാനം സ്വീകരിക്കാതിരിക്കാൻ ഒരു വഴിയും കണ്ടില്ല. മന്ത്രികുമാരനാണെന്ന് പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകാൻ രാജാവ് പറഞ്ഞെങ്കിലും നിബന്ധനകൾ പാലിച്ചേ പറ്റൂ എന്ന് ശാഠ്യം പിടിച്ചത് കുമാരിയാണ്. അങ്ങനെയാണ് രാജകുമാരിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചത്. ഏതു വിഡ്ഢിയെ കിട്ടിയാലും രാജകുമാരിക്ക് ചേരുന്നവനാക്കി അവതരിപ്പിക്കുക. രാജകുമാരി സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അവനെ പഠിപ്പിച്ചു വയ്ക്കുക. ലോകോത്തര വിഡ്ഢിയെ തന്നെ കിട്ടണമെന്നത് മന്ത്രിയുടെ തീരുമാനമായിരുന്നു. മകൻ സോനഭദ്രൻ അല്പവസ്ത്രധാരിയായി തലമുണ്ടനം ചെയ്യപ്പെട്ട് മുഖമാകെ കരി തേക്കപ്പെട്ട് കഴുതയുടെ പുറത്തിരുത്തി നഗരപ്രദക്ഷിണം ചെയ്യിക്കേണ്ടി വന്നത് മാനദേവൻ്റെ മനസ്സിൽ വിങ്ങലായി നിൽക്കാൻ തുടങ്ങിയിട്ട് പല ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് മാനദേവൻ
ചില സുഹൃത്തുക്കളെ കൂടി സംഘടിപ്പിച്ച് കുമാരിക്കായി ഒരു ലോകോത്തര വിഡ്ഢിയെ കണ്ടെത്താൻ പുറപ്പെട്ടത്. മന്ത്രിക്കും സംഘത്തിനും വൃക്ഷത്തിൽ കയറിയിരുന്ന് ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുന്ന ശംഭുവിനെ കണ്ടപ്പോൾ കൗതുകം തോന്നി. ഇവനൊരു വിഡ്ഢി തന്നെ എന്ന് അവർ പരസ്പരം പറഞ്ഞുകൊണ്ട് ശംഭുവിൻ്റെ അടുത്തെത്തി.